ക്ഷേത്രമുറ്റത്താണ്. ഇവിടെ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഇന്ന് ഉത്സവത്തിന്റെ സമാപന ദിവസമായിരുന്നു. ഇതാണ് തകർന്നു വീണ കെട്ടിടം. രണ്ട് ആനകളും ക്ഷേത്രമുറ്റത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പീതാംബരൻ, ഗോകുൽ എന്നീ പേരുള്ള ആനകൾ. ഇതിൽ ഒരാന മറ്റേ ആനയെ കുത്തി നേരെ ഈ കെട്ടിടത്തിലേക്ക് മറിയുകയാണ് ആന ചെയ്തത്. അങ്ങനെ കെട്ടിടം തകർന്നു വീണു. ഓഫീസ് കെട്ടിടമാണ്, കുറച്ച് കാലപ്പഴക്കം കൂടി ഉള്ളതാണ്. ഒരുപാട് നൂറിലധികം ആളുകൾ ക്ഷേത്രമുറ്റത്തും പരിസരത്തൊക്കെയായി ഉത്സവത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന സമയത്താണ് അപകടം. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്രത്തിലേക്ക് ഉള്ള ഒരു സമയത്താണ് അപകടം സംഭവിക്കുന്നത്. ഈ രണ്ട് ആനകൾ ഇവിടെ നിന്ന് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് സമീപത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കൂടിയാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നാലും ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ദേഹത്ത് വീണ് പരിക്കേറ്റു. അതുപോലെ ആന ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകൾക്കാണ് കൂടുതലായും പരിക്ക് സംഭവിച്ചത്. എന്നോടൊപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെ ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണ് നടന്നത്? ഒരു ആന മറ്റേ ആന കുത്തിയതാണോ? അതെ. ഒരു ആന ഈ ശബ്ദം കേട്ടിട്ട് മറ്റേ ആനയെ കുത്തിയെന്നാണ് നമുക്ക് പൊതുവായിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റിയത്. എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിയ സമയത്ത്. അപ്പോൾ പിന്നെന്താണ്, ഇവിടുന്ന് രണ്ട് ആനകളും തമ്മിലുള്ള ആ ഗുസ്തി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തള്ളലാണ് കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന സാധാരണ ഇവിടെ ഇരിക്കാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ്. പ്രായമായ സ്ത്രീകൾക്ക് കസേരയൊക്കെ കിട്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഈ കെട്ടിടം ഒന്നായിട്ട് മറിഞ്ഞു വീഴുകയും ആൾക്കാരെ പരിക്കേൽക്കുകയും അത് ബാക്കി കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോവുകയും ചെയ്തതാണ്. അപ്പോൾ അത്രയും ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാം കൂടി അങ്ങനെ എന്തായാലും വളരെ വേഗതയിൽ തന്നെ നമുക്ക് എല്ലാവരെയും ആംബുലൻസൊക്കെ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കഴിവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആനയുടെ ചവിട്ട് കൊണ്ടവരാണോ മരിച്ചത്? പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യം കണ്ടത് ഒരു അമ്മയാണ്. പക്ഷെ ഒരു അനക്കോ ഒന്നുമില്ല. പെട്ടെന്ന് എടുത്ത് കിടക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടത്. എങ്ങനെയാണത് സംഭവിച്ചതെന്നുള്ള വിഷ്വൽ നോക്കുമ്പോൾ ആനയുടെ ഇടയിലായിട്ടുള്ള അതെ അവരെയാണ്. അമ്മ മീൻസ് ഒന്നുമില്ല, അനക്കമില്ല. അത് കുറേ തട്ടി പിടിച്ചു നോക്കുന്ന ഒന്നുമില്ല. പക്ഷെ അതാണ് ആദ്യം കാണുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ചവിട്ടി പോകാനാണ് സാധ്യതയുള്ളതെന്ന് എനിക്കും തോന്നുന്നത്. ഇരിക്കാമെന്നുള്ളതാണ്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ചുറ്റുപാടുള്ള എല്ലാവരും. ഇവിടെ ക്ഷേത്രമായിട്ട് ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എത്തിപ്പെടുന്ന ഈ ഒരു ബന്ധക്കാരൊക്കെ തന്നെയാണ് ഇതിലിപ്പം കൂടുതലായിട്ട് അപകടത്തിൽപ്പെട്ടത്. ഒരു 10-25 ആൾക്കാർക്ക് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനു മുൻപ് ആളുകളോടൊക്കെ ചോദിച്ചപ്പം പറഞ്ഞത് വെടിക്കെട്ട് പടക്കം പൊട്ടിച്ചതിൽ ആന പേടിച്ചു പോയതാകാം, വിരണ്ടതാകാം. പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് കാട്ടുവേൽ ഭാഗത്തു നിന്ന് ഒരു വരവ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് പുറമെ ബാക്കി വരവുകളുണ്ട്. ഇന്ന് 2 വരവുകളുണ്ട് മെയിനായിട്ട്. ഒന്ന് കാട്ടുവേൽ ഭാഗത്തു നിന്നും ഒന്ന് അണേല കടവിൻ്റെ അടുത്തു നിന്നും. അത് അങ്ങോട്ട് എത്തിയില്ല, പക്ഷേ ഇതിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ചെറിയൊരു വെടിക്കെട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്താണ് ഇവിടെ തടമ്പേറ്റി അങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കാണ് താലപ്പൊലി എഴുന്നള്ളത്തിന് ഇവിടുന്ന് തടമ്പേറ്റി ആന പോവുകയാണ്. ആ സമയത്താണ്, ആ ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെയാണ് ഇരുന്നത്, ഇതിൻ്റെ താഴെ. അപ്പോൾ ഈ ബിൽഡിങ്ങും കല്ലെല്ലാം ഒന്നായിട്ട് വീണ്. പിന്നെ കുറേ കല്ലിൻ്റെ ഉള്ളിലൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരു കല്ലൊക്കെ മാറ്റിയിട്ടാണ് കുറേ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഗുരുതരാവസ്ഥയിലാണ്. ഒരു 8 പേര് സ്ഥിതിയിലാണെന്നാണ് മനസ്സിലാക്കിയത്. എത്ര ആളുകളെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്? ഈ ഇവിടുന്ന് വലിയ കല്ലില്ലേ നന്നായിട്ട് വീണേ, ആ കല്ലെല്ലാം എല്ലാവരും കൂടെ പൊന്തിച്ചതിന് ശേഷം അതിൽ നിന്ന് 1-2 പേരെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് വലിയ കല്ലുകളൊക്കെ ഇവിടെ വീണിട്ടുണ്ടല്ലോ. ആ കല്ലുകൾ തലയ്ക്കും എല്ലാം വീണിട്ടാണ്, കാലിനൊക്കെ വീണിട്ടാണ് വലിയ പരിക്കുകളൊക്കെ എല്ലാവർക്കും പറ്റിയത്. വെടിക്കെട്ട് നടത്തിയത് എവിടെയാ? വെടിക്കെട്ട് എന്നല്ല, സാധാരണ ഈ പടകാണ്, ഈ കോവ മാതിരിയുള്ള സാധനമാണ് സാധാരണ പൊട്ടിക്കാറുള്ളത് വരവിനൊക്കെ. പിന്നെ അമ്പലത്തിൻ്റെ ഒരു കതിനയാണ്. അപ്പോൾ അത് സാധാരണ ഇവിടെ എത്തുന്ന സമയത്ത് കതിന പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതായാലും ഇപ്പം പറഞ്ഞ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ അപകടം അവർക്ക് ഇങ്ങനെയും പറ്റാം. ഇതിനുള്ളിലൊക്കെ അങ്ങോട്ട് മറിഞ്ഞ് ഇതൊക്കെ എങ്ങനെ വീഴാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാലോ. പ്രായമുള്ള കയറൊക്കെ പിന്നെ കെട്ടിയതാണ്. ഇത് പിന്നെ കെട്ടിയതാണ്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പോലീസ് കെട്ടിയ ഒരു സംവിധാനം തന്നെയാണ്. ഈ ആനകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി? ഉത്സവം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്നേക്ക് 5-ാമത്തെ ദിവസം. ആന വന്നിട്ടോ? 9-ാം തീയതിയാണ് ഉത്സവം തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഉച്ചാല്, ഇന്നലെയാണ് കൊടിയേറ്റം. ഉച്ചാല് കഴിഞ്ഞ് ഇന്നാണ് മെയിൻ ദിവസം. ഇന്നതോടുകൂടി പരിപാടി ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇന്നുമാണ് കൂടുതൽ ആൾക്കാരുണ്ടാകുക ഈ വരവ് കാണാൻ. വരവ് ഇന്നുമായിട്ടാണ് വരവുണ്ടാകുക. അപ്പോൾ ഇന്നാണ് കൂടുതൽ സമീപ പ്രദേശത്തുള്ള, അതുകൊണ്ട് ഇവിടുന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ദൂര സ്ഥലങ്ങളിലെ, അവർക്ക് എത്തിപ്പെടുന്നത് ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നിവിടെ ഫുൾ ജനമായിരിക്കും. അപ്പം വരവും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ജനമായിരിക്കും. പക്ഷെ വരവ് വന്നതിന് ശേഷം, അങ്ങോട്ട് കയറിയതിന് ശേഷമാണ് ഒരുപക്ഷെ അടഞ്ഞിരുന്നെങ്കിൽ വലിയ ദുരന്തമായിരുന്നു അല്ലേ? വലിയൊരു ദുരന്തമാകുമായിരുന്നു.
വലിയൊരു ദുരന്തമാവും വരവ് വന്നതിന് ശേഷമാണെങ്കിൽ. ഇപ്പം വരവ് വരാത്തത് കൊണ്ട്, പിന്നെ പടകം എന്ന് പറഞ്ഞാൽ സാധാരണ പൊട്ടിക്കുന്നതാണ്. ഈ വരവ് ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് സാധാരണ പൊട്ടിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ആ ഒരു സമയത്താണ് ആന ഇവിടുന്ന് ഇടയുന്നത്. ഈ ആനകൾ നേരത്തെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചിരുന്നോ? ഇല്ല, ആന വലിയ പ്രശ്നമാണ്. ആന ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയല്ലോ, നമ്മൾ സാധാരണ സംസാരത്തിൽ പറയും വലിയ ആന ശ്രദ്ധിക്കണം എന്നൊക്കെ. പക്ഷേ ഈ വന്ന ആനകളൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു കേട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അത് മാത്രമല്ല, രാവിലെയൊക്കെ അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് എഴുന്നള്ളത്തിനൊക്കെ വെച്ചത് ആനകളൊക്കെ തന്നെ. പിന്നെ അതിൽ ഡിസ്റ്റൻസ് തന്നെയാണ് ചെയ്തത്. രാവിലെയൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്. ദിവിഷ, നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് നഗരസഭയുടെ അധ്യക്ഷൻ കൂടി ചേരും. ആശുപത്രികളിലേക്കായി ബന്ധപ്പെട്ടോ എല്ലാവരുമായിട്ട് എന്താ സ്ഥിതി പറയുന്നത്? അങ്ങേയറ്റത്തെ വേദനാജനകമായൊരു സംഭവമാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം മനസ്സിലാക്കിയതുപോലെ 3 പേർ മരണപ്പെടുകയും മറ്റുള്ളവരെല്ലാം അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുണ്ട്, അല്ലാതെയും നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഈ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ നമുക്കെല്ലാവർക്കും ഈ ഒരു പെട്ടെന്ന് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നമുക്ക് ഒഴിവാകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്രയും പീക്ക് ടൈമിലായിരുന്നല്ലോ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആ ഒരു ഘട്ടം, അതിൻ്റെ ഒരു വേദനയിൽ നിന്നും നാടിപ്പോഴും മുക്തമായിട്ടില്ല. അങ്ങേയറ്റത്തെ വേദനയിൽ തന്നെയാണ് നാട് ഒന്നാകെ ഉള്ളത്. ഏതായാലും വരവ് വരുന്നതിന് തൊട്ട് മുൻപായി, ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായാണ് ആനകൾ ഇടഞ്ഞത്. ഒരുപക്ഷെ ഒരു 5-6 ഒക്കെ മിനിറ്റ് വൈകിട്ടാണെങ്കിൽ വലിയൊരു ദുരന്തമായി മാറിയേനെ എന്നതാണ്. കൃത്യസമയത്ത് ആളുകളൊക്കെ വന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി നടത്തി. ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയാണ് ഉണ്ടായത്.